നമ്മളിട്ട വിള അത് ഏതായാലും അത് കൊയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു രസങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ 4ാം തവണയാണ് നമ്മൾ പടുതാക്കുളത്തിൽ മീൻ വളർത്തുന്നത്. ഈ ഒരു കുളത്തിൽ ഇപ്പോൾ 2 തവണ നമ്മൾ പിലോപ്പി ആയിരുന്നു. ഇപ്പോൾ 2ാം തവണ 2 തവണ ഇപ്പോൾ വരാൽ. കുഴപ്പമില്ല, നല്ല തീറ്റകൾ കൊടുത്തിട്ടാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങുന്നവർക്ക് അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ രുചിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല തീറ്റ കൊടുത്ത് വളർത്തണം. അപ്പോൾ നമുക്ക് കുറച്ച് നഷ്ടമാണെങ്കിലും കുറച്ച് ലാഭമാണെങ്കിലും ജനങ്ങൾക്ക് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. കോഴിപ്പാട്ടുകളും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലാഭമായിരിക്കും, കിട്ടുന്നത് മുഴുവൻ ലാഭമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിക്കാനൊന്നും ഇത്ര രുചിയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ നമുക്കൊരു മടിയാണ്. കോഴിപ്പാട്സൊക്കെ കൊടുത്തിട്ട് വളർത്തി പരിസരം വൃത്തികേടാകുന്ന രീതിയിലൊക്കെ ചെയ്തത് കൊണ്ട് ഈ വളർത്തുമീൻ എന്ന് പറഞ്ഞ് ഇതിന് നിലവാരം തന്നെ കുറഞ്ഞു പോകണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തീറ്റകളും മറ്റുമൊക്കെ അവൈലബിൾ ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ വളർത്തി ജനങ്ങൾക്ക് കൊടുക്കുക. എന്നാൽ അതിനുള്ള നല്ല മാർക്കറ്റ് ഉണ്ടാവും. കുറച്ച് ലാഭമാണെന്നുണ്ടെങ്കിലും ആ ലാഭം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ. അപ്പോൾ ആ രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വളർത്തിയാലും നല്ല തീറ്റ കൊടുത്ത് വളർത്തിയാലും നമ്മളെ മീനിനുള്ള പേരുദോഷം കോഴിപ്പാട്സ് കൊടുത്ത് തീറ്റ മറ്റുള്ളവർ കൊടുത്ത അതിൻ്റെ പേരുദോഷം നമ്മളെ മീനിനുണ്ടാവും. വളർത്തു മീനല്ലേ എന്നുള്ളൊരു. അപ്പോൾ എങ്ങനെയായാലും ഇപ്രാവശ്യം ആദ്യം തന്നെ കുറച്ചൊക്കെ വരാൽ ചാടിപ്പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു നഷ്ടമുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വിറ്റഴിഞ്ഞ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. നമ്മളൊരു കാഴ്ചക്കാരൻ മാത്രമായിട്ട് കൈയും കെട്ടി നിൽക്കുക എന്നല്ലാതെ നമുക്കതിൽ ഒരു പങ്കാളിയാവാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അതിപ്പോൾ നമ്മളൊരു ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അതിലൊരു പങ്കാളിയാവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം വല്ലാതെ ഉണ്ട്. എങ്കിലും വൃത്തിയായിട്ട് എല്ലാം പിടിച്ച് വിൽപ്പനയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇല്ലായില്ല. അപ്പോൾ അതിന് നമ്മളെ സുഹൃത്തുക്കളും മറ്റും ജ്യേഷ്ഠനും ഒക്കെ സഹായിച്ച് എല്ലാം ഭംഗിയായിട്ട്. അപ്പോൾ ഇനിയും ഇതുപോലൊക്കെ ചെയ്യാനും വിളയിറക്കാനൊക്കെ ഉള്ള മനസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ വീഡിയോയുടെ അവസാനിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ കൊണ്ടുപോകുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം. കുട്ടികളായ വലിയ കുഴപ്പമില്ലല്ലോ.